ചേട്ടാ എത്ര മണിക്ക് എവിടുന്ന ഓട്ടോയിൽ കയറിയോ അറിയാൻ സാധിക്കുന്നത്? കുറുമശ്ശേരി ജംഗ്ഷനിൽ നിന്ന് കയറി. അവിടെ വണ്ടി സ്റ്റാൻഡിൽ നിന്ന് വിളിച്ചതാ. അപ്പം വിളിച്ചിട്ട് എവിടേക്കാണോ? മാക്കൊലിത്താഴം. അവിടെ നിന്ന് ഒരു കിലോമീറ്റർ ഉണ്ടാവും. അവിടെയാണോ ഈ കുട്ടിയുടെ അമ്മയുടെ വീട്? അവിടെയാണ്. അവിടെ ഇറക്കി മടങ്ങുമായിരുന്നു. അവിടെ ഇറക്കി ഞാൻ പോന്നു. മാത്രമേ ഉള്ളൂ. വൈകിട്ട് 7:30 7:30 ഉണ്ടാവും. അപ്പോൾ വളരെ സ്വാഭാവികമായ പെരുമാറ്റവും കാര്യങ്ങളൊക്കെ. വേറെ ഇതൊന്നും തോന്നിയില്ല. അമ്മയും മാത്രമാണ് ഉണ്ടായത്. കുട്ടി ഉണ്ടായില്ല. കുട്ടിയില്ല ആ സമയത്ത് മാത്രമേ ഉണ്ടായുള്ളൂ. അപ്പൊ അവിടെ ഇറങ്ങി അവിടെ നിന്ന് മടങ്ങിയതിനെ കുറിച്ച് മറ്റു തുടർ എന്താണ് സംഭവിച്ചത്? ആളുടെ വീട്ടിൽ പോയിണ്ടാവും. അന്നാണ് നമ്മൾ വിചാരിക്കണേ. അന്നേരം വളരെ നോർമലായി തന്നെയാണ് പെരുമാറുന്നത്. നോർമലായിട്ടാണ്. വേറെ ഒന്നുമില്ല. ഞാൻ അവിടെ കൊണ്ട് ഇറക്കി, എനിക്ക് പൈസ തന്നു, ആളിറങ്ങിപ്പോയി. ഇതാണ് വൈകിട്ട് 7:30 കുട്ടി ഇല്ലാതെ അമ്മ ഒറ്റയ്ക്കാണ് കുറുമശ്ശേരിയിലേക്ക് വരുന്നത്. അമ്മയുടെ വീട്ടിലേക്ക് ആ ഭാഗത്തേക്ക് ഓട്ടോയിൽ പോകുന്നത്. ആ കുട്ടി എവിടെയാണെന്നത് സംബന്ധിച്ച് അത് കേന്ദ്രീകരിച്ച് ഒരു വ്യക്തതയുമില്ല. ചില CCTV ദൃശ്യങ്ങൾ ഈ ഭാഗത്തേക്ക് കുട്ടിയുമായി അമ്മ വന്നതിൻ്റേത് ലഭിച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പോലീസ് അന്വേഷണം നടത്തുന്നത്. ഇവിടെ ഈ പാലത്തിൽ നിന്നും കുട്ടിയെ താഴേക്ക് എറിഞ്ഞു എന്ന ചില മൊഴികൾ അമ്മ നൽകിയിട്ടുണ്ട്. അതിൻ്റെ കൂടി അടിസ്ഥാനത്തിൽ ആണ് ഇപ്പോൾ അന്വേഷണം നടക്കുന്നത്. അത് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ ഇല്ലെങ്കിൽ സ്ഥിരീകരണം ഒക്കെ പുറത്തു വരേണ്ടതുണ്ട്. അമ്മ പരസ്പര വിരുദ്ധമായ മൊഴികൾ നൽകുന്നത് കൊണ്ട് തന്നെ അത് സംബന്ധിച്ചും കൂടുതൽ വ്യക്തത വരുത്തേണ്ടതുണ്ട്. എന്തു തന്നെയായാലും ഇപ്പോൾ ഈ പാലത്തിൽ വലിയ ജനക്കൂട്ടമുണ്ട്. ആൾക്കാരെല്ലാം തന്നെ കുട്ടിയെ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രയത്നത്തിലും പ്രാർത്ഥനയിലും ഒക്കെയാണ്. അത് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ ലഭിക്കേണ്ടതുണ്ട്. എന്തു തന്നെയായാലും വളരെ ആശങ്കപ്പെടുത്തുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇവിടെ തിരച്ചിൽ നടത്തുന്ന ഈ രാത്രിയിൽ തിരച്ചിൽ നടത്തുന്നതിനും വലിയ രീതിയിലുള്ള വെല്ലുവിളികളുണ്ട്. അതിൻ്റെ കൂടി പശ്ചാത്തലത്തിൽ തിരച്ചിൽ കാര്യക്ഷമമായി നടത്തണമെങ്കിൽ ഇപ്പോൾ ഫയർഫോഴ്സ് അടക്കം ഇവിടെ എത്തിയിട്ടുണ്ടെങ്കിലും അത് എത്രത്തോളം ഫലം ചെയ്യും എന്നത് സംബന്ധിച്ചും ഒരു വ്യക്തത നമുക്ക് കൈവരുന്നില്ല. എന്തു തന്നെയായാലും വളരെ ആശങ്കപ്പെടുത്തുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇപ്പോൾ ഇതിൻ്റെ പരിശോധനകൾ ഏത് രീതിയിൽ പോകുന്നു എന്നതടക്കമുള്ളത് നമുക്ക് പരിശോധിക്കാം. എന്തു തന്നെയായാലും ഫയർഫോഴ്സ് എത്തിയിട്ടുണ്ട്, പോലീസുണ്ട്, നാട്ടുകാരുണ്ട്, ബന്ധുക്കൾ, സുഹൃത്തുക്കൾ അടക്കമുള്ളവരുണ്ട്. ഇവരെല്ലാം തന്നെ ഈ പുഴയിലേക്ക് കുട്ടിയെ എറിഞ്ഞാൽ ഉണ്ടാകുന്ന അപകടം നമുക്ക് ബോധ്യമുള്ളതാണ്. അതിൻ്റെ മറ്റ് സാഹചര്യങ്ങളെല്ലാമാണ് പരിശോധിക്കുന്നത്. കുട്ടിയുടെ അമ്മ ഇങ്ങനെ പറഞ്ഞെങ്കിൽ പോലും ഇവിടേക്ക് വന്ന് അത്തരത്തിൽ ചെയ്തിട്ടുണ്ടോ എന്നത് സംബന്ധിച്ചും സ്ഥിരീകരണം ലഭിച്ചിട്ടില്ലെങ്കിലും ആ ഒരു സാധ്യത കൂടി മുൻനിർത്തിക്കൊണ്ടുള്ള പരിശോധനയും അന്വേഷണവുമൊക്കെയാണ് നടക്കുന്നത്. വളരെ ആശങ്കപ്പെടുത്തുന്ന 3 വയസ്സ് മാത്രം പ്രായമുള്ള കല്യാണി എന്ന പെൺകുട്ടിയാണ്. വൈകിട്ട് അംഗനവാടിയിൽ നിന്നും അമ്മ വിളിച്ചുകൊണ്ട് വന്നതാണ്. അതിനുശേഷമാണ് അമ്മയുടെ വീട്ടിലേക്ക് വരുന്നത്. അത്താണിക്ക് സമീപമാണ്. അവിടെ നിന്ന് മാളയിലേക്ക് പോകുന്ന, ചെങ്ങമനാട് വഴി മാളയിലേക്ക് പോകുന്ന പ്രദേശത്താണ് അമ്മയുടെ വീട്. അവിടേക്ക് അമ്മ വീട്ടിലെത്തുമ്പോൾ ഓട്ടോയിൽ അമ്മ തനിച്ചായിരുന്നു എന്നതാണ് അമ്മയെ കൊണ്ടിറക്കിയ ഓട്ടോ ഡ്രൈവർ വ്യക്തമാക്കുന്നത്. ആ സമയത്തൊക്കെ വളരെ നോർമലായ, വളരെ ബോധത്തോടു കൂടിയുള്ള പെരുമാറ്റമായിരുന്നു. ഒരു അസ്വാഭാവികതയും കണ്ടില്ല എന്നതാണ് ഓട്ടോ ഡ്രൈവർ വ്യക്തമാക്കുന്നത്. എന്നാൽ ഇതിനിടയിൽ കുട്ടിയെ അമ്മ ഈ പാലത്തിൽ നിന്നും പുഴയിലേക്ക് എറിഞ്ഞു എന്ന മൊഴി നൽകുന്നുണ്ട്. അതിൻ്റെയൊക്കെ സ്ഥിരീകരണം വരേണ്ടതുണ്ട്. അതിൻ്റെ സാധ്യതകൾ പരിശോധിക്കുന്നുണ്ട്. ഒപ്പം ഈ പുഴയിൽ തിരച്ചിൽ നടത്തേണ്ടതുണ്ട്. അത്തരത്തിൽ തിരച്ചിൽ നടത്തി കുട്ടിയെ കണ്ടെത്തുന്നതിനുള്ള ഒരു ശ്രമം നടക്കുന്നു. ഇതിൻ്റെ സമാന്തരമായി തന്നെ മറ്റ് സാധ്യതകളും പോലീസ് പരിശോധിക്കുന്നുണ്ട്. എന്തു തന്നെയായാലും വളരെ ആശങ്കപ്പെടുത്തുന്ന, വളരെ ഖേദകരമായ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ പരിശോധിക്കാനുള്ള ശ്രമങ്ങൾ തന്നെയാണ് പോലീസിൻ്റെയും എല്ലാ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നതും. അനഘ.